നരബലി എന്ന് കേൾക്കുമ്പോൾ ഇലന്തൂർ നരബലി കേസാണ് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. കേരളത്തിൽ ആദ്യമായി നടന്ന നരബലിയാണ് ഇലന്തൂരിലേത് എന്നാണ് കരുതിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇലന്തൂരിന് മുമ്പും കേരളത്തിൽ നരബലികൾ നടന്നിട്ടുണ്ട്. സമ്പത്തും ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവുമൊക്കെ ഉണ്ടാകാനായിരുന്നു നരബലികളിൽ ഏറെയും നടത്തിയത്. ഇതുമാത്രമല്ല, നരബലികൾ നടത്താൻ വേറെയും കാരണങ്ങളുണ്ടായിരുന്നു. കുട്ടികളുണ്ടാകാൻ നടത്തിയ നരബലിയും കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. കൂടുതൽ പറയേണ്ട കാര്യമില്ല, ആനയുടെ അസുഖം മാറാൻ പോലും നരബലി നടത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ. കേരളത്തിൽ ആദ്യമായി നരബലി നടന്നതായി റിപ്പോർട്ട് ചെയ്തത് 71 കൊല്ലങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1955 ഏപ്രിൽ മാസത്തിലായിരുന്നു. സംഭവം നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ കാട്ടാക്കടയിൽ. ഒരു 15 വയസ്സുകാരനെയായിരുന്നു അന്ന് ബലി നൽകിയത്. കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത്. പ്രതികളായ മന്ത്രവാദിയെയും അയാളുടെ കൂട്ടാളികളെയും നാടുകടത്താനായിരുന്നു സെഷൻസ് കോടതി വിധിച്ചത്. പിന്നീട് നടന്ന നരബലി ഒരു ആനയുടെ അസുഖം മാറാനായിട്ടായിരുന്നു. സംഭവം നടന്നത് ഗുരുവായൂരിൽ. രാധ എന്ന ആനയുടെ അസുഖം മാറാൻ കൃഷ്ണൻ ചെട്ടിയാർ എന്ന ആനപ്രേമിയാണ് ഈ കൊടും കൃത്യം ചെയ്തത്. കൊലപ്പെടുത്തിയതാകട്ടെ തൻ്റെ ഉറ്റ സുഹൃത്തിനെയും. അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ കിടന്നുറങ്ങുകയായിരുന്ന കാശി എന്നയാളിനെയാണ് കൃഷ്ണൻ ചെട്ടിയാർ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാളെ പിന്നീട് കോഴിക്കോട്ടെ തെക്കേ മലബാർ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആദ്യമായി നരബലിക്ക് വധശിക്ഷ വിധിച്ചത് കൊല്ലത്തുള്ള ഒരു 6 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിലാണ്. സംഭവം നടക്കുന്നത് 1973 മെയ് 29-ന്. അതിദാരുണമായിട്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ദേവപ്രീതിക്കായി ദേവദാസൻ എന്ന 6 വയസ്സുകാരനെ വിഗ്രഹത്തിൻ്റെ മുന്നിലിട്ട് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. പ്രതി കുട്ടിയുടെ നാട്ടുകാരനായ അഴകേശൻ. അഴകേശനെ കൊല്ലം സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടായത്. ഇതായിരുന്നു വധശിക്ഷ കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ നരബലി. പിന്നീടുള്ള നരബലികളിൽ പലതും നടന്നത് ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു. കൊന്നത്തടി പഞ്ചായത്തിലെ പനംകുട്ടിയിലായിരുന്നു ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ നരബലി. ഇരയായത് സോഫിയ എന്ന 17 വയസ്സുകാരി. 1981 ഡിസംബർ 17-നായിരുന്നു ഈ സംഭവം. സാമ്പത്തികാഭിവൃദ്ധിക്കു വേണ്ടിയായിരുന്നു സോഫിയയെ കുരുതി കൊടുത്തത്. കോടിക്കണക്കിന് രൂപയുടെ നിധി കിട്ടുമെന്ന അന്ധവിശ്വാസത്തിലായിരുന്നു ഈ നരബലി. പനംകുട്ടിയിൽ കുളമാവ് മുത്തിയുരുണ്ടയാർ തച്ചിലേത്ത് വർഗീസിൻ്റെ 3ാമത്തെ മകളായിരുന്നു സോഫിയ. അവൾ ആ നാട്ടിലുള്ള മോഹനൻ എന്നയാളുമായി പ്രണയത്തിലായി. വനത്തിൽ നിന്ന് ഈറ്റ വെട്ടിക്കൊണ്ടുവന്ന് അതുപയോഗിച്ച് വട്ടിയും കുട്ടയും ഒക്കെ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു മോഹനൻ്റെ തൊഴിൽ. സോഫിയയും ഈറ്റ വെട്ടാനായി കാട്ടിൽ പോകുമായിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്ന മോഹനൻ എന്തോ കാരണം കൊണ്ട് അവരെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. ആ സമയത്താണ് സോഫിയയെ കാണുന്നതും പ്രണയത്തിലാകുന്നതും. എന്തിനേറെ പറയുന്നു, അധികം താമസിയാതെ തന്നെ മോഹനൻ സോഫിയയുമായി ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹനൻ്റെ അച്ഛൻ കറുപ്പനും അമ്മ രാധയും കാലടി മാണിക്യമംഗലം ഭാസ്കരൻ എന്ന മന്ത്രവാദിയെ പരിചയപ്പെടുന്നത്. ആ കുടുംബത്തിന് പണമുണ്ടാക്കാനുള്ള വഴി ഭാസ്കരൻ മന്ത്രവാദി മോഹനൻ്റെ അച്ഛന് പറഞ്ഞു കൊടുത്തു. പണം ഒരുപാട് കിട്ടും, പക്ഷേ ഒരു മനുഷ്യനെ ബലി കൊടുക്കണം. മന്ത്രവാദിയുടെ ആ പ്രലോഭനത്തിൽ വീണ മോഹനൻ്റെ അച്ഛനമ്മമാരും സഹോദരന്മാരായ ഉണ്ണിയും ബാബുവും കൂടി ഒരു തീരുമാനത്തിലെത്തി. എങ്ങനെയും പണമുണ്ടാക്കിയേ പറ്റൂ, അതിനൊരാളെ ബലി കൊടുത്താലും സാരമില്ല. അങ്ങനെയാണ് സോഫിയയെ ബലി കൊടുക്കാൻ തീരുമാനിച്ചത്. ഭാസ്കരൻ മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് സോഫിയയെ അർദ്ധനഗ്നയാക്കി. പിന്നീട് അവളെ കട്ടിലിൽ വരിഞ്ഞുകെട്ടി പൂജ നടത്തി. പൂജയുടെ അവസാനം മോഹനൻ്റെ അനുജൻ ഉണ്ണി മൂർച്ചയുള്ള ശൂലം കൊണ്ട് അവളെ കുത്തിക്കൊന്നു. പിന്നീട് വീടിൻ്റെ നടുമുറിയിൽ കുഴിച്ചിട്ടു. ഈ കേസിൽ മോഹനനും അയാളുടെ സഹോദരന്മാരും അച്ഛനമ്മമാരും മന്ത്രവാദിയും പിടിയിലായി. ഇവർക്ക് കോടതി വിധിച്ചത് ജീവപര്യന്തം ശിക്ഷയാണ്. പനംകുട്ടി നരബലിക്ക് 2 വർഷങ്ങൾക്കു ശേഷം ഇടുക്കിയിൽ വീണ്ടും ഒരു നരബലി നടന്നു. ആ നരബലിയും നടത്തിയത് നിധി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. 1983 ജൂൺ 29-നായിരുന്നു ഇത്. അന്ന് മുണ്ടിയെരുമ ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ 9ാം ക്ലാസ്സുകാരനെ അവൻ്റെ പിതാവും സഹോദരിയും അയൽവാസികളായ ചിലരും കൂടി ബലി കൊടുക്കുകയായിരുന്നു. 1995 ഇടുക്കിയിൽ മറ്റൊരു മനുഷ്യബലി നടന്നു. രാമക്കൽമേട്ടിലായിരുന്നു ഇത്. അച്ഛനും രണ്ടാനമ്മയും കൂടി ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കുരുതി കൊടുക്കാൻ മന്ത്രവാദിക്ക് കൂട്ടുനിന്നതായിരുന്നു ആ സംഭവം.
ഈ കേസിലെ പ്രതികൾ പിടിക്കപ്പെടുകയും മന്ത്രവാദിയടക്കം 6 പേർക്ക് ജീവപര്യന്തം തടവു ശിക്ഷ കിട്ടുകയും ചെയ്തു. 2018 മഹാപ്രളയം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഓഗസ്റ്റ് 3 ഇടുക്കിയിലെ വണ്ണപ്പുറത്തിനടുത്തുള്ള കമ്പകക്കാനത്ത് ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടതും ആഭിചാരക്രിയയുടെ ബാക്കി പത്രമായിരുന്നു. കമ്പകക്കാനത്ത് കാനാട്ട് വീട്ടിൽ കൃഷ്ണൻ, ഭാര്യ സുശീല, മക്കളായ ആർഷ, അർജുൻ എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേസിലെ 1-ാം പ്രതിയായ അനീഷിനെ പിന്നീട് വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കിയിൽ മാത്രമായി കേരളത്തിലെ നരബലികൾ ഒതുങ്ങി നിന്നില്ല. 1983 വയനാട്ടിലും ഇത്തരത്തിലൊരു സംഭവമുണ്ടായി. അവിടെ എരുമാട് പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന കേളപ്പനെ ബലി കൊടുക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. ആറന്മുള സ്വദേശികളായ ലക്ഷ്മിയും മകൻ രാമചന്ദ്രനുമായിരുന്നു ഈ കേസിലെ പ്രതികൾ. ഇവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. കുട്ടികളുണ്ടാകാൻ വേണ്ടിയും കേരളത്തിൽ നരബലി നടന്നിട്ടുണ്ട്. ഈ സംഭവമുണ്ടായത് കായംകുളത്താണ്. 1996 ഡിസംബറിലായിരുന്നു സംഭവം. അർദ്ധരാത്രിയിലായിരുന്നു ആ കൊടുംപാതകം നടന്നത്. ഇരയായത് ഒരു 6 വയസ്സുകാരി. കുട്ടികളില്ലാതിരുന്ന വിക്രമനും അയാളുടെ ഭാര്യ തുളസിക്കും കുട്ടികളുണ്ടാകാനായി ഒരു കുട്ടിയെ ബലി കൊടുക്കണം എന്ന് ഉപദേശിച്ചത് ഒരു മന്ത്രവാദിയായിരുന്നു. അങ്ങനെ സ്കൂൾ വിട്ടു വരികയായിരുന്ന അജിത എന്ന 6 വയസ്സുകാരിയെ മിഠായി നൽകി പ്രലോഭിപ്പിച്ച് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രി വരെ ആ കുട്ടിയെ വീട്ടിൽ കെട്ടിയിട്ടു. അർദ്ധരാത്രിയായപ്പോൾ മന്ത്രവാദിയെത്തി. ശരീരത്തിൽ മുറിവുണ്ടാക്കി കുട്ടിയെ കൊലപ്പെടുത്തി. മുറിവുകളിൽ നിന്ന് രക്തം ഊറ്റിയെടുത്ത് പൂജ നടത്തി. പിറ്റേന്ന് കുട്ടിയുടെ മൃതദേഹം സമീപത്തുള്ള ഒരു കുളത്തിൽ പൊങ്ങി. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതാണ് നാട്ടുകാരിലും പോലീസിനും സംശയമുണ്ടാക്കിയത്. അതിൻ്റെ ചുവട് പിടിച്ചു നടത്തിയ അന്വേഷണത്തിൽ മന്ത്രവാദിയും ദമ്പതികളും പോലീസിൻ്റെ പിടിയിലായി. നരബലികൾ പിന്നെയും പലത് നടന്നു കേരളത്തിൽ. 2004 പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ മാതാപിതാക്കളോടൊപ്പം കിടന്നുറങ്ങിയ 4 വയസ്സുകാരനെ പിന്നീട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭാരതപ്പുഴയോട് ചേർന്ന കുളത്തിലാണ് കൈകാലുകൾ അറുത്തുമാറ്റിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള റെയിൽവേ ലൈനിൽ പൂജ നടത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. മന്ത്രവാദം ചോദ്യം ചെയ്തതിൻ്റെ പേരിലും കേരളത്തിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ 2 പേർ കൊല്ലപ്പെട്ടത്. 2012 ഒക്ടോബറിലായിരുന്നു സംഭവം. അവിടെ ഒരു സ്ത്രീ മന്ത്രവാദം കൊണ്ട് സഹികെട്ട് ജീവനൊടുക്കിയിരുന്നു. ഇത് ആ സ്ത്രീയുടെ ബന്ധുവായ ക്രിസ്തുദാസും സുഹൃത്ത് ആന്റണിയും ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ 2 പേരും കൊല്ലപ്പെട്ടു. സംഭവത്തിൽ മന്ത്രവാദിയായ മേരി ഉൾപ്പെടെയുള്ളവർ പിടിയിലായി. 2014 കരുനാഗപ്പള്ളിയിലും പൊന്നാനിയിലും മന്ത്രവാദ കൊലപാതകങ്ങൾ നടന്നു. കരുനാഗപ്പള്ളിയിൽ മന്ത്രവാദത്തിനിടയിൽ തഴവ സ്വദേശിനിയായ ഹസീന ചവിട്ടേറ്റ് മരിച്ചു. സംഭവത്തിൽ മന്ത്രവാദിയായ സിറാജുദ്ദീൻ അറസ്റ്റിലായി. പൊന്നാനിയിൽ മന്ത്രവാദത്തിനിടയിൽ കൊല്ലപ്പെട്ടത് ഒരു ഗർഭിണിയായിരുന്നു. 2014 ഓഗസ്റ്റ് 9 ഇത്. 5 മാസം ഗർഭിണിയായ കാഞ്ഞിരമുക്ക് നിസാറിൻ്റെ ഭാര്യ ഫർസാനയാണ് മന്ത്രവാദത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ മറ്റൊരു നരബലി നടന്നത് 2021 ഫെബ്രുവരിയിൽ പാലക്കാട് പുതുപ്പള്ളി തെരുവിലായിരുന്നു. കൊല്ലപ്പെട്ടത് 6 വയസ്സുള്ള ഒരു കുട്ടി. കൊലപ്പെടുത്തിയത് അവൻ്റെ അമ്മ. മകൻ ആമിലിനെ വീടിൻ്റെ കുളിമുറിയിൽ കാൽ കെട്ടിത്തൂക്കിയതിനു ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. എല്ലാ നരബലികളും നടന്നത് അന്ധവിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ പേരും സ്ത്രീകളും കുട്ടികളും. 2018 2021 അന്ധവിശ്വാസത്തിനെതിരെ നിയമസഭയിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ ആ ബില്ലുകൾ തള്ളിപ്പോകുകയാണുണ്ടായത്. മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. കേരളത്തിലും ഇത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഇലന്തൂരുകൾ ഇനിയും ആവർത്തിക്കപ്പെടും.